മോളെ നമ്മള് വന്ന വഴി ഓർക്കാൻ വേണ്ടി ഇപ്പൊ കഷ്ടപ്പാട്. നിങ്ങൾ ആക്ച്വലി അവിടെ പട്ടിപ്പണി ഇവിടെ ലക്ഷറിയിലേക്ക് ദേഷ്യപ്പെടും, പക്ഷെ ഭയങ്കര എക്സ്ട്രീം ലെവൽ എത്തിയാലാണ് ആ ദേഷ്യം പുറത്തേക്ക് വരുള്ളൂ. ട്രെയിനേഴ്സിനോടാണെങ്കിലും ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. എന്താണ് അത് ചെയ്യാന് ഇങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. അതെന്തിനാ ചെയ്യാമോ? നമ്മളൊരു 8 മാസം നന്നായി കഴിച്ചിട്ട് 4 മാസം നന്നായി കട്ട് ചെയ്യും. അങ്ങനെയാണ് ഷുഗർ കട്ട്. എവിടെ ഇട്ടിട്ടാ ചോറിന്റെ മുകളില്. സെലിബ്രിറ്റീസ് ഒക്കെ ആരെങ്കിലും കെട്ടുമ്പോ അല്ലെങ്കിൽ നമുക്കറിയാൻ ഇത് 1 വർഷം നീങ്ങുള്ളൂ. ഡാൻസിൽ എന്തും ചെയ്തോളൂ, വേറെ ഒന്നും പറയാൻ പാടില്ല. വേറൊക്കെ ഞാൻ അലമ്പാവും, കൊളാക്കും ഞാൻ. വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പോലും മറ്റേ ബൾബ് മാറ്റണമെങ്കിൽ അവൾ ചെയ്യും. എന്നോടാണ് ചോദ്യം, ഉത്തരം എന്താ പറയുക, ചോദിക്കുമ്പോ ഓട്ടോമാറ്റിക് വരുന്ന ഉത്തരാണ്. അതൊരു സെക്കൻഡ് ബ്രേക്ക് എടുത്താ പോയി പറഞ്ഞു വെണ്ടി പോയില്ലേ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം. വൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിൽ ഒരു ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. 2 ആൾക്കാരെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇവരെ ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം നമ്മുടെ കൺമുന്നിൽ കൂടെ വളർന്ന് എന്താ പറയുക, ഗ്രോയിങ് റിച്ച് എന്ന് പറയില്ലേ, അങ്ങനെയുള്ള 2 വ്യക്തികളാണ്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള 2 വ്യക്തികളാണ്. നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ സ്വന്തം കുക്കു ആൻഡ് ദീപ. വെൽക്കം ടു ദ കെന്ന ഷോ. അല്ല, അത് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞാട്ടോ. കാരണം കുക്കുച്ചേട്ടനെ നമ്മളെല്ലാരും ഒരു ഡി4 ഡാൻസിന്റെ ഒരു കാലഘട്ടത്തില് കുക്കുച്ചേട്ടന്റെ ലൈഫൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇപ്പം നിങ്ങൾ ഓരോന്ന് അച്ചീവ് ചെയ്ത് കാണുമ്പോ ഭയങ്കര സന്തോഷം. അത് 2 പേരും ഒരേ കാര്യങ്ങളായാലും എന്താ പറയാ, ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിട്ടോ. സ്പെഷ്യലി ദീപ ചേച്ചി ആയാലും കുക്കുച്ചേട്ടനായാലും എന്താ പറയാ, ജീവിക്കാൻ പഠിച്ചവരാ നിങ്ങള്. അത് ഭയങ്കര ഒരു റോൾ മോഡൽസ് ആണ്. ഇതൊക്കെ ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. എനിക്ക് ഇതൊക്കെ നിങ്ങളോട് പറയണം. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേന് നമുക്ക് തന്നെ തോന്നൂല്ലോ നിങ്ങളുടെ ഓരോ വീഡിയോസ് ഇതൊക്കെ കാണുമ്പോ. എന്ത് തോന്നുന്നു കുക്കുച്ചേട്ടാ, നല്ല അടിപൊളിയായിട്ടുള്ള ലൈഫ്? വളരെ സന്തോഷം. കണ്ണിട്ടാതെ ഇരിക്കട്ടെ, ഞാൻ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ദീപാവലി ഇന്റർവ്യൂവിന് ഞങ്ങളെ പോലെ ഒരു തീപ്പൊരി ഇടാക്കളെ കൊണ്ടുവന്നത്. അതെ, ഇത് ഹിറ്റ് അടിക്കും. വിഷു സ്പെഷ്യൽ ഞാൻ 1 മില്യൺ അടിച്ചു ഷിവാങ്കിനെ കൊണ്ടുവന്ന്. ഇതൊരു 2 മില്യൺ എങ്കിലും അടിക്കണം എനിക്ക്. അത്രേ ഉള്ളൂ. പിന്നെ ഇവര് 2 പേരും ഭയങ്കര എന്താ, ഞാൻ അറിഞ്ഞു സെലക്റ്റീവ് ആയിട്ടാണ്. വർഷത്തിൽ ഒരു ഇന്റർവ്യൂ ഒക്കെയാണ് കൊടുക്കുള്ളൂ. ഇതാണ് പ്രശ്നം. കണ്ടില്ല, ഞങ്ങൾ ഇരിക്കണ്ടില്ലേ, ഞങ്ങള് പുറത്തേക്ക് വരില്ല. സമയം എടുക്കും പുറത്തേക്ക്. അതുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടല്ലേ, അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മള് കൊടുക്കുള്ളൂ. അതെ, എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്തത്. ദീപ ചേച്ചി എന്തൊക്കെയുണ്ട്, സുഖാണോ? സുഖമായിട്ടുണ്ട്. ദുബായിന്ന് എപ്പ എത്തി? ഞങ്ങൾ ഒരുമിച്ചാ വന്നേ. ഒരുമിച്ചാണ് ഈ പ്രാവശ്യം? ഒരുമിച്ചാണ് അല്ലെങ്കിൽ ഒരാൾ ഇവിടെ ഒരാള് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം ലാസ്റ്റ് ടൈം അവൻ USA പോയിട്ടുണ്ടായിരുന്നു ഷോ ആയിട്ട്. അപ്പം 1 മാസം അവൻ അവിടെ ആയിരുന്നു, ഞാൻ ദുബായിലായിരുന്നു. പിന്നെ ഒരുമിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ഇപ്പൊ ഈ ദുബായ് അല്ലെങ്കിൽ ഇവിടെ അവിടെ കാണുമ്പോ ഈസി ആയിരിക്കും അല്ലെ? ഈ റിയലിലൊക്കെ കാണുമ്പോഴത്തേനും നിങ്ങൾ അവിടെ പോയിരുന്ന് ദുബായ് ലൈഫ് അടിച്ചു പൊളിക്കുന്നു റീൽസ് ഒക്കെ കാണുമ്പോ. പക്ഷെ ദീപ ചേച്ചി തന്നെ എന്നോട് പറഞ്ഞിട്ട് കാണുന്ന പോലെ ഒന്നും അല്ല. ഞാൻ അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്, നടന്നൊക്കെയാണ് ക്ലാസ്സിലൊക്കെ പോകുന്നത്. എങ്ങനെയുണ്ട് തുടക്കം ആ സമയത്തുള്ള സ്ട്രഗിളും കാര്യങ്ങളും? കാരണം ദുബായ് ലൈഫ് അറിയാനാണ് നമ്മൾ പ്രഷറൊക്കെ ഇരിക്കുന്നത്. കാരണം നിങ്ങൾ ദുബായ് അല്ല, ദുബായ് എന്ന് പറയുമ്പോ എല്ലാവരുടെ മനസ്സിലുള്ളത് ഒരു ഹൈഫൈ സംഭവമാണല്ലോ. പക്ഷെ ശരിക്കും നമ്മൾ അവിടെ ഒരു ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ അവിടെ താമസിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോ അറിയാം അതിന്റെ എക്സാക്ട് എന്താണ് സംഭവിക്കണെന്നുള്ളത്. സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ടായിരുന്നു, നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ ഡിസിഷൻ എടുത്ത് പോയതാണല്ലോ. അപ്പം എന്തായാലും നമ്മളത് ഫേസ് ചെയ്യാൻ കുറച്ചൊക്കെ റെഡി ആയിട്ടാണ് പോയേക്കണേ. പിന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ തുടക്കം വെച്ച് നോക്കുമ്പോ ബെറ്റർ ആണ്. ലൈക് എന്നാ ഫാർ ബെറ്ററിലേക്ക് പോയിട്ടില്ല, കുറച്ച് ബെറ്റർ ആണ്. അങ്ങനെ എനിക്ക് ചാലഞ്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുമ്പോ നമുക്ക് തന്നെ മറ്റേ ശ്വാസം മുട്ടും. നമ്മൾ തന്നെ എടുത്ത് ഒരു ചാലഞ്ചിലേക്ക് ചാടും. അതെ. അപ്പൊ പിന്നെ ഉള്ള സമാധാനം പോവും, ഉറക്കം പോവും, 2 ആളും കരച്ചിലാവും, ബഹളാവും. അവിടെ പോയി കഴിഞ്ഞാൽ അവള് ഷവറിന്റെ അടിയിൽ നിന്ന് കരയണു, രാത്രി വിളിക്കണു. നമ്മള് പിന്നെ
ഈവൻ ആരോടെങ്കിലും പറയണെങ്കിൽ തന്നെ അങ്ങനെ പറയൊന്നുമില്ല. പിന്നെ നമ്മൾ മാക്സിമം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കുള്ളൂ. നമുക്ക് അതാണല്ലോ ഇഷ്ടം. സോഷ്യൽ മീഡിയാസിലാണെങ്കിൽ ഒരു സൈഡ് മാത്രമേ കാണിക്കുള്ളൂ. നമ്മളൊരു വേറൊരു സൈഡ് അങ്ങനെ അത് നമ്മള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അതെ. അല്ല ഞങ്ങള് ദുബായിൽ ഇങ്ങനെ ട്രിപ്പ് ആയിട്ട് തന്നെ പോയി. അപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ ദിവസവും ഒരു 10 days നിന്നോളെങ്കിലും അതിന്റെ കയ്യിൽ നിന്ന് പോയതിന്റെ കണക്കും കാര്യങ്ങളും ഒന്നും നമുക്ക് അറിയത്തില്ല. ഭയങ്കര എക്സ്പെൻസീവ്. എനിക്ക് തോന്നുന്നു എല്ലാത്തിലും ഭയങ്കരമായിട്ട്. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മള് ഗസ്റ്റ് ആയിട്ടൊക്കെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, ഒന്നും അറിയില്ല. ഫുഡ് എത്തില്ല ചേട്ടാ എനിക്ക് AC room വേണം പറഞ്ഞില്ലേ. മറ്റേ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഊബർ വിളിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ നോക്കും, അതിങ്ങനെ ഓരോ ദിറംസ് ഇങ്ങനെ പോകുമ്പോ നമുക്ക് നെഞ്ഞിടിക്കും. അപ്പൊ ഇവിടുന്ന് അവിടെ എത്തുമ്പോ തന്നെ സിഗ്നൽ വീഴല്ലേ പഠിച്ചോനെ പറഞ്ഞിട്ടാണ് ഇരിക്കുക തന്നെ. സോ കുഴപ്പമൊന്നുമില്ല. അടുത്ത ലൈസൻസ് ഒക്കെ എടുത്തോ? ഇല്ല. അത് എടുക്കാൻ പ്ലാൻ ഉണ്ടോ? ഇപ്പൊ അടുത്തൊന്നും ഭയങ്കര പാടാണ്. നമ്മള് ട്രാവലിംഗ് ആണല്ലോ. അപ്പൊ ഇവിടെ ഓൾറെഡി വണ്ടി ഉള്ളപ്പോ നമ്മൾ അവിടെ പോകുമ്പോ ഇതിവിടെ വെറുതെ കിടക്കുക. നമ്മൾ ഇനി അവിടെയും വണ്ടി എടുത്തു കഴിഞ്ഞാൽ ശരിയല്ല. അപ്പൊ അവിടെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ടാക്സി ഒക്കെ എടുത്ത് നമ്മള് വന്ന വഴി ഓർക്കാൻ വേണ്ടി ഇപ്പൊ കഷ്ടപ്പാട്. നോ വണ്ടി, നോ ഫ്രണ്ട്സ്. നിങ്ങൾ ആക്ച്വലി അവിടെ പട്ടിപ്പണി, ഇവിടെ ലക്ഷറിയിലേക്ക് അവിടെ എന്ത് വേണമെങ്കിലും കാണിച്ചല്ലേ. പക്ഷെ നമുക്ക് എവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും കുറച്ച് സറൗണ്ടിൽ കുറച്ച് പേരും അവരുടെ സ്നേഹമൊക്കെ ആകുമ്പോ നമ്മളെ കഷ്ടപ്പെടുന്നതിനൊരു ഇപ്പൊ ഞങ്ങളോട് ഇങ്ങനെ ഇൻട്രോ ഒക്കെ പറയുമ്പോ ആക്ച്വലി അങ്ങനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെല്ലാ കഷ്ടപ്പാടും മറക്കും. നമ്മൾ എത്ര വേദനകൾ ഉണ്ടെങ്കിലും ഇപ്പൊ ഈവൻ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് നല്ല ആൾക്കാര്, സോ അവിടെ പോകുമ്പോ ഇവിടുന്ന് ചേട്ടൻ എന്നാ വരിക, ചേച്ചി എന്നാ വരിക, വേഗം പോയോ ഞങ്ങൾക്ക് മിസ് ചെയ്യണു. ആ ഒരു സ്നേഹമാണല്ലോ എത്ര പൈസക്കാളും വലുത്. അതില് ഞങ്ങൾ ഭയങ്കര റിച്ച് ആണ്. അതെ, സത്യ. അതാണ് പറഞ്ഞത്, ഗ്രോയിങ് റിച്ച് അല്ലെ. പണം ഉണ്ടായിട്ട് ആസ്വദിക്കുന്നതിന് വരെ നിങ്ങൾ ഒരുമിച്ച്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുക്കുചേട്ടനെ ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. പണ്ട് തിരിച്ചു പോളെ ഫ്രഷായിരുന്നു. ഞങ്ങള് ഡീപ്പോ ഡാൻസിലൊക്കെ അങ്ങ് സ്പൈക്ക് ഒക്കെ വെച്ച് അന്നത്തെ ഒരു നമ്മുടെ മനസ്സിലുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുക്കനൊക്കെ തന്നെയാ. ഞങ്ങൾ 19 വയസ്സായാലും ഞാൻ പറഞ്ഞോളൂ, എന്റെ ഏജ് മെൻഷൻ ചെയ്തത് 50 വയസ്സല്ല പെട്ടെന്ന് സമൂഹത്തെ ഞെട്ടിപ്പിക്കുള്ളൂ. എന്നെക്കാളും ഒരു വയസ്സ് താഴെ ഉള്ളൂ നീ, അതാലോചിച്ചോ. ഇപ്പൊ എത്രയായി? 40 ആയോ? അല്ല സോറി 30 ആയോ? 30 ആയോ? എന്തോ ആടാ മനസ്സിലായാലും കുക്കുന്നെ കണ്ടു 40ന്റെ പ്രായമൊക്കെ ഉണ്ട്. ഇല്ല സോറി 40 അല്ല, ഞാൻ 30 ആയോ? 14 ജസ്റ്റ് പാസ് മതി, നമുക്ക് സബ്ജക്ട് ചെയ്യാം. അതെ അതെ. ആദ്യമൊക്കെ കുക്കുചേട്ടൻ ഭയങ്കര ചമ്മലായിരുന്നു മിണ്ടാനായാലും. ഇപ്പൊ കൊറേ നല്ല സ്മാർട്ട്. ഇപ്പൊ കുക്കുചേട്ടൻ നല്ല സ്മാർട്ടായി. എന്താ പറയാ, പറയുമ്പോ എപ്പോഴും ഒരു ചമ്മല. അത് കോൺഷ്യസ് ആയി കഴിഞ്ഞാ പെട്ടോ. സാധാരണ പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ കുറച്ച് സമയം എടുക്കും. ഒരു വൈബ് ആണല്ലേ. അതൊക്കെ പണ്ട് നേരെ തിരിഞ്ഞു ഇങ്ങോട്ടേക്കായി. അല്ല ഇപ്പഴായാലും കുറച്ചു നേരത്ത് മുന്നേ കുക്കു അങ്ങനെ ചെയ്യാൻ പാടില്ല. കുക്കുചേട്ടൻ ഓക്കെ സോറി അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അത് കല്യാണം ഇപ്പഴല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. നാട്ടുകാർ അറിഞ്ഞിട്ട് എത്രയായി? നാട്ടുകാരൊക്കെ വിളിച്ചുള്ള കല്യാണമായിരുന്നു. 1 വർഷമായില്ലേ? എന്ത് പെട്ടെന്നാണ് ലോകം. അതെ. നിങ്ങൾ എത്ര വർഷമായി? 6 വർഷമായില്ലേ? ശരിയല്ലേ? പിടിക്കാ പോണ്. അത് ഇന്ന് കഴിഞ്ഞ പോലെ ഉണ്ട് നിങ്ങളുടെ ആ ഒരു സ്റ്റേജിലത്തെ വിവാഹവും അല്ലേ? സ്റ്റേജിലത്തെ വിവാഹവും അതല്ല, ഇരുപ്പനത്തെ ആ പാർക്കിൽ വെച്ചല്ലായിരുന്നു. പൊന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഇപ്പൊ ആ ലുക്കൊക്കെ കാണുമ്പോ എന്ത് തോന്നുന്നു? ലുക്ക് മാത്രമോ, ബാക്കി അന്ന് എന്തൊക്കെ ഉണ്ടായ ദൈവമേ. ആ വീഡിയോ കാണുമ്പോ ഞങ്ങൾക്ക് വിഷമാവും. ആണോ? ഇല്ലല്ലോ, ഒന്നുമില്ല, നല്ലതല്ല. നല്ല അടിപൊളിയായിരുന്നു. അത് ഇവള് പറഞ്ഞത് സ്റ്റേജാ. ഇവളുടെ സ്വപ്നത്തിൽ കൊട്ടാരായിരുന്നു. അവിടെ എത്തിയപ്പോ അതൊരു ചെറിയൊരു മട്ടാര. ചേട്ടൻ ഞങ്ങളെ പറ്റിച്ചതാ. ഇല്ലല്ല, അത് പാവാ. ചേട്ടൻ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? പോട്ടെ, സാരല്ല. ഇവിടെ എന്ത് പറഞ്ഞാലും അല്ലേ എല്ലാരും നല്ല ആൾക്കാരാ. അപ്പു പറഞ്ഞ കഥകൾ ഓർമ്മ വരുന്നത്. നമുക്ക് ടോപ്പിക്ക് മാറ്റാം. എങ്ങനെയുണ്ട് 6 വർഷത്തെ കുടുംബ ജീവിതം? എങ്ങനെ നമുക്ക് അങ്ങനെ തോന്നണോ? അങ്ങനത്തെ 6 വർഷമായി എന്നുള്ളത് പറയുമ്പോഴാണ്. 6 വർഷം ആയിട്ടില്ല കേട്ടോ, 5-ലാണ് ഓടിക്കുന്നത്. എന്നാലും എന്നോട് ഇപ്പൊ അടുത്ത ആരോ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ 2020 5 വർഷം. അപ്പൊ ഞാൻ 5 വർഷം ആയോ ആ ഒരു ഫീലിലേക്ക് പോയായിരുന്നു അല്ലേ? എല്ലാരും ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ ആരെങ്കിലും കെട്ടുമ്പോ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ ഇത് 1 വർഷം നീങ്ങുള്ളൂ. ഞാൻ പറയണ
ആലോചിക്കാം, നിങ്ങൾ ഒരു വർഷം അല്ലല്ലോ ഇങ്ങനെ സെലിബ്രിറ്റീസ് കേട്ടപ്പോ ഇങ്ങനെ കമന്റ്സ് ഒക്കെ ഞാൻ ഇപ്പോഴും വായിക്കാറുണ്ട്. ഈയിടയ്ക്ക് ഇത് ഒരു വർഷം ഡിവോഴ്സ് ഇങ്ങനെ ആൾക്കാർ ഇടുമെന്ന് കാണുമ്പോ വീടൊക്കെ സെറ്റ് ആയി ഞങ്ങളൊന്ന് സെറ്റ് ആയി വരണേ. പുതിയ വീട് മേടിച്ചോ? അങ്ങനല്ല, വീട്ടുകാര് അങ്ങനെ അതല്ല. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നവരോട് എന്താണ് കുക്കുചേട്ടന് പറയാനുള്ളത്? പറയൂ. അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇടപെടാനേ അറിയില്ല. അതെല്ലാം ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നതാ. അതെ, നമ്മള് ഉപദേശിക്കാൻ ആരല്ലോ, ഓരോരുത്തരുടെ ലൈഫ് പല രീതിയിലായിരിക്കും, നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ചോദ്യം തരും. അതെ അതെ, അതൊന്നും വേണ്ട. ദീപ ചേച്ചി ഈ ലൈഫ് ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ നമ്മളെല്ലാം ലവ് മാരേജ് ചെയ്തിട്ടുണ്ട്. പ്രണയിക്കുന്ന സമയത്ത് ഒരു ഫേസ്, കെട്ടിക്കഴിഞ്ഞ ഒന്ന് അടുത്ത് താമസിച്ച് ഒരു വർഷമൊക്കെ കഴിഞ്ഞാലാണ് വേറൊരു ഫേസ് അല്ല എങ്ങനെയാണ്. അതേസമയം നമ്മൾ ഫോണിലൊക്കെ ആയിരിക്കും, വേറെ വീട്ടില് വേറെ സാഹചര്യത്തിലൊക്കെ നിൽക്കുമ്പോൾ എല്ലാം നമുക്ക് പോസിറ്റീവ് ആയിട്ട്. പക്ഷെ രണ്ടുപേരും ഒരു വീട്ടിൽ താമസിച്ചാലാണ്. അപ്പൊ അത് എങ്ങനെ എക്സ്പെക്ട് ചെയ്തുള്ള പ്രണയിച്ച സമയത്തുള്ള കുക്ക് തന്നെയാണ്? എന്നോടാണ് ചോദ്യം, ഉത്തരം അതെ ഉത്തരം പറയും. കേട്ടില്ല? അല്ല, അത് എന്താ പറയുക, ചോദിക്കുമ്പോ ഓട്ടോമാറ്റിക് വരുന്ന ഉത്തരാണ്. അതൊരു സെക്കൻഡ് ബ്രേക്ക് എടുത്താ പോയി പറഞ്ഞു പോയില്ലേ? ഒരു കാര്യം ചോദ്യം റിപ്പീറ്റ്. ഇല്ല പറയാം. എനിക്ക് ആക്ച്വലി അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം കൊല്ലം പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചേക്കുന്നത്. പിന്നെ ഞങ്ങൾ കൊച്ചിയിൽ കുറെ നാള് ഒരുമിച്ചല്ല താമസം എന്നില്ല എന്നുള്ളൂ, 2 ഫ്ലാറ്റിലാന്നുള്ളൂ. ബാക്കി സമയമൊക്കെ നമ്മൾ ഒരുമിച്ച് തന്നെയായിരുന്നു. അപ്പം വല്ലാതെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നോർമൽ ലൈഫ് സ്റ്റൈലിലുള്ള കാര്യങ്ങളൊക്കെ അതെനിക്കറിയാം അവനോല അലമ്പാണ് എന്നുള്ളത്. സോ ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഓരോ പാർട്ട്ണർക്ക് എനിക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും, എനിക്കൊരു സ്വപ്നമൊക്കെ ഉണ്ട്. അപ്പൊ എന്തൊക്കെ വന്നാലും അവൾ അത് പാർട്ട്ണറെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാണ് ഇത്ര ഈസി ആവണേ. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കണമല്ലോ, ഞാൻ ഉറങ്ങുമ്പോ സന്തോഷ സമാധാനമാണ് വലുത്. അതുപോലെ തന്നെ ഇവൾക്കും അത് തന്നെയല്ലേ വേണ്ടേ? അപ്പൊ പിന്നെ ആ ഒരു തോട്ട് ഉണ്ടെങ്കിൽ അല്ല അതല്ല, അതൊരു ഇപ്പൊ പറഞ്ഞ പോലെ പ്രീവിയസ് ലൈഫും പോസ്റ്റ് ലൈഫും എന്നൊക്കെ ചിന്തിക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോ പ്രശ്നങ്ങളില്ലല്ലോ. ഇല്ല, അത് മനസ്സിലായി. പിന്നെ നമ്മള് കല്യാണത്തിന് മുന്നേ കേസ് കോഡ് തുടങ്ങി. അപ്പൊ അതിന്റെ റൂട്ടിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. പിന്നെ കല്യാണം കഴിച്ചു, അതേ റൂട്ടിൽ തന്നെ പൊക്കോണ്ടിരിക്കണം. അപ്പൊ നമുക്ക് ബാക്കി കല്യാണം അങ്ങനത്തെ ഒന്നും ആലോചിക്കാനുള്ള സമയമൊന്നുമില്ല. നമ്മൾ ഹെൽത്തിയാണല്ലോ. ഇപ്പൊ ഒരേ വിഷൻ ഒക്കെ വെച്ച് പോകുന്നുണ്ട്. നിങ്ങളുടെ ഡിസ്കഷനും അതുമായിരിക്കും, സ്വപ്നവും അതുമായിരിക്കും. അത് മാത്രമേ ഉള്ളൂ. അല്ല, കല്യാണത്തിന് മുന്നേ ഞാൻ ഇവിടെ കൊച്ചിയിലൊക്കെ വേറെ ഒരു ഷോപ്പിലൊക്കെ ഞാൻ പോയി, ഇങ്ങനെ ജോലി ഉണ്ടോന്നൊക്കെ പോയി. പക്ഷെ എനിക്ക് പറ്റണില്ല. അവൾക്കത് മനസ്സിലായി, അവൾക്കറിയാം ഇത് തന്നെ പറ്റുള്ളൂ, ഡാൻസ് തന്നെ പറ്റുള്ളൂ. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്ത ഒരാൾക്ക് പിന്നെ കല്യാണത്തിന് മുന്നേ നമ്മൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത ഒരാൾക്ക് കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞു, നീ ഇത് മാറണം അങ്ങനെയൊക്കെ പറയുമ്പോഴായിരിക്കും മേ ബി പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇത് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഒരുമിച്ച് എന്നുള്ളൊരു സാധനം ഉണ്ട്. അത് കഞ്ഞിയാണെങ്കിലും ബിരിയാണി ആണെങ്കിലും അത് ഒരുമിച്ച് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവുമ്പോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇല്ലല്ലോ, ഇതുവരെ ഒന്നും ഇല്ല. എന്നാലും എനിക്ക് മറ്റേത് ഓർമ്മ, സാധാരണ സെലിബ്രിറ്റി ഒരു വർഷമാണല്ലോ. ഞാൻ പറഞ്ഞ അവർക്ക് അങ്ങനെ ഞാൻ ഇപ്പോഴും കാണാറുണ്ട് അങ്ങനത്തെ കമന്റ്സ്. എനിക്ക് ആദ്യം വരുന്നത് അപ്പൊ ഞാൻ വിചാരിക്കും ഇവരൊക്കെ ഇത്ര ഇങ്ങനെ എന്തിനാ പറയുന്നത്. നമ്മളല്ല പേടിക്കണ്ടേ, നിങ്ങൾ ഒരു വർഷമായിട്ടുള്ളൂ. കഴിഞ്ഞു, എനിക്ക് ഒരു വർഷം ആദ്യം പിന്നെ പേടിയായിരുന്നു. ഇപ്പൊ ട്രെൻഡ് 2 ആട്ടോ, ശ്രദ്ധിച്ചോ. പിന്നെ ഒരു ട്രെൻഡ് 5 ഞാൻ കേൾക്കുന്നു. അത് കഴിഞ്ഞു, സമാധാനം, രണ്ടുപേർക്കും കോംപ്രമൈസ് ചെയ്യാം. കുക്കുചേട്ടൻ പാവല്ല, എല്ലാ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവളോട് ദേഷ്യപ്പെടും ഇടയ്ക്കൊക്കെ. കാരണം ഞങ്ങളൊക്കെ കണ്ടേക്കുന്ന അല്ലെങ്കിൽ പൊതുവെ ഇങ്ങനെ ചിരിക്കുക, ദേഷ്യപ്പെടും. പക്ഷെ ഭയങ്കര എക്സ്ട്രീം ലെവൽ എത്തിയാലാണ് ആ ദേഷ്യം പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ ഭയങ്കര റേസ് ആവോ? നല്ല റേസ് ആവും. ഭയങ്കരമായിട്ട് വലിച്ചെറിയില്ല, വണ്ടി എടുത്ത് പോവും. പിന്നെ എന്റെ മെയിൻ ഒരു പോക്കൊക്കെ പോവും, തിരിച്ചൊരു തോന്നില്ല. ദുബായിലോ എങ്ങനെയാ? നോക്കല്ലേ, പുറത്തിറങ്ങി അയ്യോ ചൂട്, അകത്തന്നെ പോവാ. അല്ല, ഇപ്പൊ ഇവൻ ട്രെയിനേഴ്സിനോടാണെങ്കിലും ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. എനിക്ക് സാധനം ചെയ്തില്ല ഞാൻ ചോദിക്കാം എന്താ ചെയ്യാൻ, എന്റെ മുഖമൊക്കെ മാറും. എന്താടാ അത് ചെയ്യാന്, ഇങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. അതെന്തിനാ ചെയ്യാമോ, ശരിയാണോ ചിരിയില്ലാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഞങ്ങള് പിന്നെ അത് എക്സ്ട്രീം ലെവലില് തീരെ പറ്റാത്ത എന്തെങ്കിലും ഇൻസിഡന്റ് വരുമ്പോഴാണ് അവൻ ചൂടാകുന്നത്. അത് ആ പൊട്ടിത്തെറി ചിലപ്പോ നമുക്ക് ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എന്താണെങ്കിലും നമ്മളുടെ പ്രൊഫഷനെ എഫക്ട് ചെയ്യുന്ന ഒരു ബാഡ് പരിപാടി ആണെങ്കിൽ മാത്രമാണ് ഞാൻ അത്ര ഹെവി ആയിട്ട് ചൂടാവുള്ളൂ. ബാക്കി എന്തുണ്ടെങ്കിലും ഞാൻ എപ്പോഴും വിചാരിക്കണത് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത് പഠിച്ചിട്ടാണ് ശരി. അപ്പൊ ഒരു ചാൻസ് കൊടുക്കണം. ഒന്നോ ബാക്കിയോ അത് നമ്മുടെ പിള്ളേര് അങ്ങനെയാണ്, പഠിപ്പൂരൊന്നും ഇല്ല, ഡാൻസിൽ ആത്മാർത്ഥം മാത്രമേ ഉള്ളൂ.
ഞാനടക്കം അങ്ങനെയാണ്. അപ്പൊ ഒത്തിരി ആത്മാർത്ഥത ഉണ്ട് എല്ലാവർക്കും. അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടിയാലും പ്രശ്നമാണ്. അപ്പൊ ചിലപ്പോ 2 മണിക്കൂർ ക്ലാസ്സിന് ചിലപ്പോ 3 മണിക്കൂർ 4 മണിക്കൂർ. അപ്പൊ കുട്ടികള് പാരന്റ്സ് വിളിക്കും, എന്താ കഴിഞ്ഞില്ലേ നിങ്ങൾ ഡാൻസ് ക്ലാസ് തന്നെയല്ലേ? അതെ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ കേസ് കോഡിലെ ഏറ്റവും കൂടുതൽ പേടിയുള്ള എന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് പേടിയുള്ളത് കുക്കുചേട്ടനെയാണോ അത് ദീപ ചേച്ചിനെയാണോ? അത് ഇവളായിരിക്കും. ഇവനെയും പേടിയാണ്. ടീച്ചറ് ദീപയാ? ദീപ ചേച്ചി എന്നെ പ്രിൻസിപ്പാളിനെ വിളിക്കവര്. ആണോ? പക്ഷെ ഇവനെയും പേടിയാണ്. പക്ഷെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോ അവര് എന്റെ അടുത്തേക്ക് ആയിരിക്കും. എനിക്കൊന്ന് കുക്കുചേട്ടനെ കമ്പനി ആയി കഴിഞ്ഞാൽ നമുക്ക് പേടി പോകും. ഇല്ല, അത് തോന്നുന്നു. അല്ല, ക്ലാസിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറെ ഫേസാ. ക്ലാസ്സിന്റെ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോ ആ ഒരു സൈഡ് ഡിഫറെന്റ്. അപ്പൊ എനിക്ക് അത്ര കളിച്ചിരി പറ്റാറില്ല. എന്നാലും ഗോ വിത്ത് ദ ഫ്ലോ, ഞാൻ ഇങ്ങനെ ഫ്ലോ ആയിട്ട് പോകും, കുഴപ്പമില്ല. എന്നാലും കുറച്ച് സ്ട്രിക്റ്റ് ആണ്. പക്ഷെ നല്ലതാ, കുട്ടികൾ ഇമ്പ്രൂവ് ആവുമ്പോ അത് കാണാൻ ഭയങ്കര രസം. പിന്നെ എല്ലാവരും ഭയങ്കര ഡാൻസേഴ്സ് ആയിട്ട് വരുന്നവരല്ല. കുട്ടികൾ കാണുന്ന കുക്കുചേട്ടൻ ഫെയിമിനെക്കാളും ടീച്ചർ അല്ലേ? ആ ഒരു റെസ്പെക്റ്റും കളിച്ചിരി ഒന്നുമില്ല. വേറെ നല്ലതാ, നല്ല കുട്ടികളെല്ലാരും നല്ല ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവുകയാണ്. പൂത്തിരി കത്തിച്ചില്ല, അതിന് മുന്നേ ഞാൻ സെഗ്മെന്റ് ഈസി ആട്ടോ, ദീപാവലി റിലേറ്റഡ് ആണ്. പിന്നെ എന്റെ മനസ്സിൽ നിന്ന് വരുന്നത് ദീപാവലിയാണോ ദീപാവലിയാണോ? രണ്ടും ഉണ്ട്. അല്ലല്ല, ആദ്യം ട്രഡീഷണൽ ദീപാവലി എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യം പരിചയപ്പെട്ടിട്ട് ഞാനൊരു കഥ പറയട്ടെ. മറ്റേ ഒരു കിണറ്റി വീണു. അപ്പൊ എന്നിട്ട് ദീപയുടെ ഹസ്ബൻഡ് കിണറ്റില് വീണു. എന്നിട്ട് ഹസ്ബൻഡ് ദീപയോട് വലിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ദീപ വലിച്ചു. അങ്ങനെ ദീപാവലിയ മറ്റേ നോക്കിയ പണ്ടത്തെ നോക്കിയ ഫോണിൽ മറ്റേ ഇങ്ങനെ എന്നിട്ട് അതെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ഹാപ്പി ദീപാവലി. ഞാൻ യങ് ജനറേഷൻ അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. ഇവരൊക്കെ ഓൾഡ് ജനറേഷൻ, യങ് ജനറേഷനാ. മോളെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോ എന്ത് ഇങ്ങനെ നമ്മള് യങ് ജനറേഷൻ ആണല്ലോ കുക്കു. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാന്ന് വിചാരിക്കണം. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ? ഇത് പിടിച്ചോ നിങ്ങളുടെ? അയ്യോ, ഞാനാണല്ലോ ദൈവമേ. രണ്ട് അപ്പുറത്തെ സൈഡ് കുക്കുചേട്ടനും ഉണ്ട്. രണ്ടുപേരും നല്ല സുന്ദരി സുന്ദരനായിട്ട് ഇരിക്കുന്നു. ആരത്? നല്ല മരുഭൂമിയിൽ എടുത്ത ഫോട്ടോ ആണ്. മരുഭൂമിയില? ഏത് മരുഭൂമിയാ? ദുബായ് മരുഭൂമിയിൽ. മരുഭൂമി മറ്റേ അതില് പോയ ദുബായ് മരുഭൂമിയിൽ മറ്റേ കൊറേ ദുബായ് മരുഭൂമിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കാനായിട്ട് ഇങ്ങനെ ബെല്ലി ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അത് ടൂറിസ്റ്റ് ആയി പോയ സമയത്ത് പോയിട്ടുണ്ട്. പോയിട്ടില്ല. പെണ്ണിന്റെ ചാട്ടം, ബെല്ലി ഡാൻസ്. അവിടെ പോയാൽ മതി, പണിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഉണങ്ങി ബെല്ലിയാവും. അതൊരു സത്യം. കാര്യത്തിൽ കിടക്കാം. അല്ലെങ്കിൽ അപ്പൊ അടുത്ത പൂത്തിരി കത്തിക്കും. മീ ഓർ യു സെഗ്മെന്റ് ആണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻസ് മൊത്തം ഇംഗ്ലീഷിലാ, കുഴപ്പമില്ല. മലയാളത്തിൽ ഞങ്ങളോട് പറയുമ്പോ മലയാളം പറഞ്ഞാൽ മതി. ആണല്ലേ? ഹൂ ഫിനിഷസ് ദ ദീപാവലി സ്വീറ്റ് ഫസ്റ്റ്? നിങ്ങൾക്ക് ഒരു ദീപാവലി സ്വീറ്റ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും ആരാണ് മധുര ഏറ്റവും ആദ്യം കഴിച്ച് തീർക്ക? അത് ദീപാവലിക്കുന്നല്ല, എന്താണെങ്കിലും സ്വീറ്റ് ആണെങ്കിൽ ഞാൻ കഴിക്കും. കഴിച്ചു തീർക്കും. എന്നിട്ടാണ് ഷുഗർ കട്ട് ഡയറ്റ്. അല്ല, അതുകൊണ്ട് കട്ടയാണ്. നമ്മളൊരു 8 മാസം നന്നായി കഴിച്ചിട്ട് 4 മാസം നന്നായി കട്ട് ചെയ്യും. അങ്ങനെയാണ് ഷുഗർ കട്ട്? നല്ല ആൾക്കാർ പറഞ്ഞു. അത് റീലി കാണുന്നത്. ടുമാറോ ഞാൻ ഷുഗർ കട്ട്. 1 മാസത്തില് 2 ആഴ്ച ഷുഗർ കട്ട്, 2 ആഴ്ച ആവശ്യത്തിന് ഷുഗർ, അങ്ങനെയൊന്നുമില്ല. നമ്മള് ആരെ പറഞ്ഞുള്ള ഋത്തിക് റോഷനാണ് പറഞ്ഞേക്കണേ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ശരീര പ്രകൃതിയിലോട്ട് നമ്മൾ മാറണം. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മളധികം ബാക്കിലോട്ട് പോവില്ല എന്നാ. അപ്പൊ ഞാനൊന്ന് കണ്ടു, എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹം. നൈസ്. അപ്പൊ ഞാൻ വിചാരിച്ചു നൈസ് ആണല്ലോ, ഇത് മാറ്റിക്കോളാം. നല്ല ട്രോൾ വരും ഇന്റർനാഷണൽ. അവർക്ക് തന്നെ ഇട്ട് കൊടുക്കല ഐഡിയ. കാര്യം പറയട്ടെ, മലയാളത്തിലും കൂടെ പറയട്ടാ. അവളെന്താ പറഞ്ഞേ? ഇംഗ്ലീഷിൽ വായിച്ചിട്ട് മലയാളത്തിൽ നമ്മളോട് പറയാന്ന് വായിച്ചിട്ട് ഞാൻ മലയാളത്തിൽ പറയാം കേട്ടോ. ആരാണ് ഈ ഫെസ്റ്റിവൽസ്, ദീപാവലി അങ്ങനത്തെ ഫെസ്റ്റിവൽസ് വരുമ്പോ വീട് ഏറ്റവും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആരാണ്? ഫെസ്റ്റിവൽ വരണ്ട, ഇവള് OCD ആണ്. എപ്പോഴും നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് വെക്കണം. ഞാൻ പറയണമെന്നുള്ളൂ. നല്ലതാ. റൂംസ് എപ്പോഴും എല്ലാം. പിന്നെ ഇങ്ങനെ അലങ്കരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊന്നല്ലെങ്കിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ ക്ലാസ്, അതെപ്പോഴും നന്നായിട്ട് ഇപ്പോഴും ബെഡില് മറ്റേ ഇതൊക്കെ തോർത്തൊക്കെ കൊണ്ടിടുവോ കുക്കുചേട്ടൻ? ഇപ്പോഴും ഇടുവോ? ദൈവമേ, കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ ഇത് വീഡിയോസിൽ കേൾക്കാൻ തുടങ്ങിയത്. 6 വർഷമായിട്ട് ഡോറിന്റെ മുകളില്. പക്ഷെ ഞാൻ ബെഡ്റൂമിലല്ല ഇട്ടേക്കണേ, ബാത്റൂമിൽ ഒന്നെങ്കിൽ വിരിച്ചിടണം. ഞാൻ തന്നെ പഠിച്ചു ചേച്ചി വീഡിയോസിൽ. അല്ല, പക്ഷെ ഞാൻ സ്ഥിരം ഇടാറുള്ള ഒരു സ്ഥലമാണ് അത്. ഡോറിന്റെ അതിങ്ങനെ അതാകുമ്പോ ഇങ്ങനെ പോകും. അപ്പൊ ഞാൻ അങ്ങനെ പോകുമ്പോ ഇങ്ങനെ വലിക്കും, ഇങ്ങനെ അടയ്ക്കും. നൈസ്.
പുരോഗതി ഉണ്ട്. ഞാൻ ഓർത്ത് ബെഡിൽ തന്നെ ആയിരിക്കും. അല്ലല്ല, ബെഡിലിട്ടാൻ വെച്ച് താഴെ വേണമെങ്കിൽ എടുത്തോണ്ടൊക്കെ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഡോറിന്റെ മുകളിലെത്തി. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ ആക്ഷേപിക്കല്ലേ? അല്ല, അടുത്ത ചോദ്യം. എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതാ. ഇല്ല, പക്ഷെ ഞാനത് മാറിയുണ്ട്. പക്ഷെ വേറെ കാര്യം, ഞാൻ ഇവിടെ ഇട്ടാല് മുഖം ഓർമ്മ വരും, ഇത് പ്രശ്നമുള്ള സ്ഥലമാണ്. അല്ല, എന്ന് ഇവിടെ കിടക്കട്ടെ. അങ്ങനെ സാധനമുണ്ട്. അത് പേടിയുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ട്. പാവം കൊച്ചല്ലേ, ഇതൊരു കുട്ടീനെ പോലെയാണല്ലോ. അതെ അതെ. സബ്ജക്ട് ഈ ഫയർ വർക്ക്സ്, പടക്കം പൂത്തിരിയൊക്കെ കേൾക്കുമ്പോ ഡ്രാമാറ്റിക് ആയിട്ട് എക്സ്പ്രഷൻസ് ഒക്കെ വാരി വന്ന പേടിയോ അല്ലെങ്കിൽ ഇതൊക്കെ ഇടുന്നത് ആരാണ് നിങ്ങളുടെ? അല്ല, ഞാൻ എന്റെ വഴിക്ക് പോവാറില്ല, പൊട്ടിക്കാറ്. ഞാൻ അധികം അങ്ങോട്ട് പോവാറില്ല. സത്യാണ്. അല്ല, എനിക്ക് എന്റെ ശരീരം നശിപ്പിക്കണ ഒരു പരിപാടിക്കില്ല. അതിന് ശരീരത്തിട്ട് ആരെങ്കിലും പൊട്ടിക്കോ? പിന്നെ ഞാൻ കാണുന്ന ന്യൂസ് മറ്റേ ഒരു ഇത് ഓർക്കണ്ട, ഒരു അച്ഛൻ ഇങ്ങനെ മതിലും ഒന്ന് ആക്കിട്ട് പേടിച്ചിട്ട് ഓടി റോട്ടിൽ മറിഞ്ഞ് മുണ്ടൊക്കെ ഇട്ടിട്ട് അയ്യോ അയ്യോ അയ്യോ. അത് കണ്ടപ്പോ ഞാൻ തീരുമാനിച്ചു പടക്കം ചിരിച്ചോ? അവനറിയാം, അവൻ ചിരിക്കുന്നുണ്ട്. ഞാൻ ഈ റീലും കണ്ടത് ഓർക്കുന്നില്ല. ഞാനും അല്ല അതല്ല ഞാൻ പറയട്ടെ. അപ്പൊ ഈ പടക്കൊക്കെ ഈ ഗോവയിൽ എന്തോ നിങ്ങൾ എല്ലാം ഉണ്ടാവും, ഞാൻ കാണും. അത് നമ്മൾ പടക്കം പൊട്ടിക്കുന്നില്ലോ, അവരല്ലേ പൊട്ടിക്കണേ. അത് ശരിയാണ്. എന്റെ വീട്ടിലാണെങ്കിൽ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് കൊടുക്കും. ഇവര് ചിയേഴ്സ് അടിക്കണ പോലെ ഇടക്ക് വൈകുന്നേരം പടക്കും. അത് അല്ല, രണ്ടാളുണ്ട്, തക്കടും. അങ്ങനെ അപ്പച്ചനെ ഭയങ്കര ഇഷ്ടമാണ് പടക്കം പരിപാടികളൊക്കെ. അപ്പൊ ആള് വരുമ്പോ അപ്പച്ചൻ വരുമ്പോ ഒരു പടക്കൊല കൊണ്ടുവരും, പകരം വലിയ പടക്കൊല കൊണ്ടുവരും. എന്നിട്ട് അവിടെ റൂമിൽ വെക്കും. ഒരു റൂം കേറുമ്പോ തന്നെ തൊട്ട് സൈഡിൽ ഒരു റൂം ഉണ്ട്. ആ റൂം തുറന്നു കഴിഞ്ഞാൽ നിറച്ച് പടക്കങ്ങളാ. അത് പെരുന്നാളിനും ക്രിസ്മസിനൊക്കെയാണ്, അല്ലാണ്ട് എപ്പോഴും പടക്കം. അതൊരു രസമാണ്. അവിടെ നമ്മുടെ രണ്ട് ഉണ്ണികളുണ്ട്, അവര് വരും, അവർക്ക് പടക്കൊക്കെ ഇഷ്ടമാണ്. അവര് ഇപ്പൊ തന്നെ ആ പടക്കം ചിലപ്പോ അതിൽ നിന്ന് എടുത്ത് മരുന്നൊക്കെ എടുത്ത് ബോംബ് പോലെ ആക്കി വേറൊരു സാധനം ആക്കി പൊട്ടിച്ച് ഭയങ്കര സൗണ്ട് ഒക്കെ ഇട്ട് അവര് എൻജോയ് ചെയ്ത്. അതെ അതെ, ഞാൻ ആലോചിക്കാറുണ്ട് അധികം അവരുടെ കളിക്കണ്ട. ഏത് സമയം ഞാനിപ്പോ ഇവിടെ വെച്ച് പറഞ്ഞതാ, ഗുണ്ട് കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് പൂളിലേക്ക് ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ തെറിച്ച് താഴത്തേക്ക് വരും ഗുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്ക്. ഇപ്പോഴും കൂടെ ഉണ്ടാ? അത് ആളുടെ അടുത്ത് ഞാൻ ഈ വട്ട് പഠിച്ചത്. ആള് ചുമ്മാ, ഞാൻ നേരത്തെ പടക്കൊന്നും പൊട്ടിക്കില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഓലപ്പടക്കം വാവ് സിമ്പിൾ ഇങ്ങനെ കണ്ണൂരാണല്ലോ. അതെ, ഗുണ്ടൊക്കെ കൂടെയാണോ വേറെ എവിടെയെങ്കിലാണ്? അപ്പൊ ഈ പ്രാവശ്യം കമ്പിത്തിരിയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ കത്തിക്കും. കൊള്ളത്തൊന്നുമില്ല, പേടി. എനിക്ക് ഗുണ്ട്, പടക്കം അതൊന്നും പൊട്ടണതൊക്കെ പേടിയാ. ഈ ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറുള്ള അല്ലേ? ഈ റാപ്പ് ചെയ്യുമ്പത്തേന് കോളമായിട്ട് റാപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെ എന്തായാലും കീറി കളയാനുള്ളതല്ലേ? എല്ലാ നീറ്റും ഇവിടെയാ. എല്ലാ റോയ്, ഞാൻ ഭയങ്കര ഓർഗാനിക്കാ, റോയാണ് എനിക്ക് അത് ഇഷ്ടം. അല്ലാണ്ട് അറിയാണ്ടല്ല, അല്ലാതെ മടിയായിട്ടൊന്നും അല്ല അല്ലേ? മടി എന്നൊരു വാക്ക് ഞാൻ ഡിക്ഷണറിയിൽ ഇല്ല. സത്യാട്ടോ, ശരിയാ. ഹാർഡ് വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യണ തിരക്കില്ലേ, ഇതിനൊന്നും സമയം കിട്ടാ. ഞാൻ ഒന്നില് മാത്രമേ ഹാർഡ് വർക്ക് ചെയ്യുള്ളൂ. അതെ, ഡാൻസ്. എന്റെ ലോകം മൊത്തം ഡാൻസ് ആണ്. ഡാൻസിൽ എന്തും ചെയ്തോളൂ, വേറെ ഒന്നും പറയാൻ പാടില്ല. വേറൊക്കെ ഞാൻ അലമ്പാ, കൊളാക്കും ഞാൻ. അതെന്നല്ല എനിക്ക് തരാതിരിക്കില്ല. വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പോലും മറ്റേ ബൾബ് മാറ്റണമെങ്കിൽ അവള് ചെയ്യും. സത്യാണ്, അത് സത്യാണ്. ബാത്റൂമില് പ്ലംബിങ് പൈപ്പൊക്കെ പൊട്ടിയ കൂടെ വന്നടാ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ചേട്ടാ വരുമോ? ഇല്ല, അത്ര ഹെവി ഒന്നുമില്ല. ഞാൻ ഒരു എന്താണ് അല്ല, ഞാൻ പൈപ്പൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റാന്നല്ലേ ഉള്ളൂ. 2 പൈപ്പ് വീട്ടിൽ പൊട്ടിക്കിടക്കേണ്ട വരുമോ? ഭർത്താവ് മാറ്റാറ് കോംപ്രമൈസ്. മൊത്തത്തില് നമ്മള് എന്താലേ ഏറി കയറുവോ ആവോ, കുഴപ്പമില്ല. ഹൂ ഈസ് ദ ബിഗർ പ്രാങ്കസ്റ്റർ ഡ്യൂറിംഗ് സെലിബ്രേഷൻ? പ്രാങ്ക് ചെയ്യാൻ ചെയ്യും, ലൈക് എന്താ ഉദ്ദേശിച്ച പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ പ്രാങ്കിൽ പെടുന്നത്? പ്രാങ്ക് എന്നല്ല, പ്ലാനിങ് ഒക്കെ ഉള്ള പ്ലാൻ ഞാനായിരിക്കും പെടുന്നത്. ഇപ്പൊ എന്റെ ബർത്ത്ഡേക്ക് ഒരാഴ്ച മുന്നേ ഓരോ ദിവസം ഓരോ സർപ്രൈസ് ഉണ്ടായിരുന്നു. ദുബായിൽ എത്തിയപ്പോ നമ്മൾ അവിടുത്തെ ഫ്രണ്ട്സിനെ കൊണ്ടുവന്നു, ഞങ്ങൾ ഒരുമിച്ച് ബിരിയാണി വെച്ചു, കേക്ക് കട്ട് ചെയ്തു. ടെറസിന്റെ മണ്ടേ കൊണ്ടുവന്നത് അല്ല? എവിടെയും കുക്കിച്ചേട്ടൻ ഇരുന്ന് വർത്താനം പറയുമ്പോ ബാക്കിലേക്ക് വന്നാണോ ഒരു വീഡിയോ ഞാൻ കണ്ടത്? ഏറ്റവും വലിയ പണി കൊടുത്തത് ഞങ്ങള്
നാട്ടില് കൊച്ചി എയർപോർട്ടിൽ എത്തിയപ്പോ ഞാൻ പിള്ളേരെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് 8th ഇവനെ സർപ്രൈസ് കൊടുത്ത് അത് കൊള്ളാവുന്ന എനിക്ക് കാരണം ഇവൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുമല്ലോ അപ്പം ഡിഫറെന്റ് ആക്കാൻ ഞാൻ പിള്ളേരെ സെറ്റ് ചെയ്തു പിള്ളേര് മറ്റേ പൂമാലയും ഇതുപോലത്തെ ഒരു ചാറ് മകനെ മടങ്ങി വരൂ എന്നൊക്കെ പറഞ്ഞ എയർപോർട്ടിൽ ഞാൻ വിളിച്ചു പെട്ടെന്ന് സ്വാമിമാർ അങ്ങനെ ആരെങ്കിലും വരണം കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇവിടത്തെ ഇങ്ങനെയൊക്കെ വെച്ച് കുറച്ച് പേര് നിക്കണം വിചാരിച്ചു ഓ ഇപ്പൊ ട്രെൻഡ് ഒക്കെ മാറി സ്വാമിമാര് ഫ്ലൈറ്റിലൊക്കെയാണ് വരുന്നത് പിന്നെ ബിഗ് ബോസ് ആരെങ്കിലും വരുന്നുണ്ടോ ആരുടെ ഫോട്ടോ പിടിച്ച് വെച്ചേക്കണോ അവിടെ എന്നിട്ട് പറഞ്ഞപ്പോ അത് എന്റെ ഫോട്ടോ അല്ലേ അതും അവര് മാക്സി മറ്റേ മുല്ലപ്പൂട്ട് മണിയൊക്കെ തോർത്തിട്ട് പൂജാരി പോലെ എയർപോർട്ടിൽ ആകെ ബഹളം വെക്കുക പോലീസൊന്നും പിടിച്ചില്ല ഞങ്ങളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുമ്പോ മറ്റേ ചേച്ചി എന്താ പറഞ്ഞത് ഇവിടെ നിൽക്കാൻ പറ്റില്ല ബ്ലോക്ക് ആക്കാം ഇല്ലേ ചേച്ചി പോവാ നിക്കണില്ല ഇരിക്കാലോ എന്നൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ വരവ് ഓ മറക്കാൻ പറ്റില്ലത് ഗിഫ്റ്റ് കിട്ടി എന്താ ഗിഫ്റ്റ് എന്താ കൊടുത്തേ ചെറിയൊരു ക്യാമറ ഓസ്മോ അത് നിനക്കല്ലല്ലോ അതിരിക്കല്ലേ അത് ഇങ്ങോട്ടേക്കല്ലേ തുറന്നതൊക്കെ എനിക്കാണോ ഗിഫ്റ്റ് കിട്ടിയത് ഓർമ്മയുണ്ടാവില്ല കേട്ടോ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇത്ര നേരം ചേട്ടനല്ലേ സർപ്രൈസ് തന്നു പറഞ്ഞോണ്ടിരുന്നേ ആലോചിക്കായിരിക്കും പറഞ്ഞു കൊടുക്കല്ലേ കേട്ടോ കാരണം അത് എടുത്തിട്ടില്ല അതവിടെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളൂ അത് പൊട്ടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അല്ല അങ്ങനെയല്ല പെട്ടെന്ന് ഞാൻ ഈ വരവില് ഞാൻ അങ്ങോട്ട് കുറെ ഗിഫ്റ്റ് കൊടുത്തു അപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി കാരണം 1.5 മാസം ഒരു മാസം ഒരാഴ്ച ഞങ്ങൾ മാറി നിന്നല്ലോ അപ്പൊ എന്റെ മനസ്സിൽ ഓരോ സ്ഥലത്ത് പോയി ഓരോ സാധനം കാണുമ്പോ ഓക്കെ അത് ഞാൻ 2-3 സാധനം മേടിക്കണം എന്ന് ടാർഗറ്റ് ഇട്ടുണ്ടായിരുന്നു സോ ഇതായിട്ട് ചെല്ലുമ്പോ ഇതായിട്ട് കൊടുക്കണം എന്നുള്ളൊരു സാധനം അപ്പൊ അതിങ്ങനെ ഓരോ ഷോ കഴിയുമ്പോഴും ഓക്കെ സെറ്റായി അത് മേടിച്ച് പ്ലസ് ഞാനൊരു ഫോണും മേടിച്ച് അവൾക്ക് ഒരു ക്യാമറയും മേടിച്ച് അത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് മേടിക്കാൻ വേണ്ടി വെച്ചതാ അത് പല സാങ്കേതിക സാഹചര്യത്താൽ പറ്റില്ല അപ്പൊ ഇത് നമ്മൾ അവിടെ പോയിട്ട് മേടിച്ച് സെറ്റാക്കി അത് ഞാൻ എനിക്ക് തന്നെ അതെ എനിക്ക് തന്നെ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ദീപ ചേച്ചി എന്താ ഗിഫ്റ്റ് ചെയ്തു അവൾ എനിക്കൊരു നല്ല ബാഗും ഒരു ഷൂസും പിന്നെ എവറി ഡേയ്സ് എനിക്ക് സർപ്രൈസും 7 കേക്ക് ബാഗ് മേടിച്ചു കൊടുത്തിട്ടുള്ള പേര് വായ കിട്ടാണ്ട് ഞാൻ എന്തിട്ടായിരുന്നു എങ്ങാനും പറഞ്ഞ അതിന്റെ പ്രൊനൗൺസിയേഷൻ തെറ്റാന്ന് വല്ല കമന്റ് വന്നാലും വെച്ചിട്ടാ പറഞ്ഞു കൊടുക്ക് അതന്നെ അതിന്റെ നല്ല റേറ്റിന്റെ നല്ല റേറ്റ് ഷൂവോ ആക്ച്വലി ഞാനല്ല അത് നമ്മുടെ ബ്രാൻഡ് തന്നെയായിരുന്നു അത് നമ്മുടെ അവിടുത്തെ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട് അപ്പൊ എന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഇവരെല്ലാരും കൂടെ ഷെയർ ഇട്ടിട്ട് ഒരു ഗിഫ്റ്റ് നല്ല എക്സ്പെൻസീവ് ഗിഫ്റ്റ് അങ്ങനെ അപ്പൊ അങ്ങനെ മേടിച്ചു അപ്പൊ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ലവ്സ് മോർ അറ്റ് അതേഴ്സ് ജോക്സ് മറ്റുള്ളവരുടെ ജോക്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ രണ്ടുപേരിൽ ആരായിരിക്കും ചിരിക്കുന്നത് ഇപ്പൊ കൂടുതൽ ഇപ്പൊ ഞാൻ കുറെ തമാശകൾ ചിരിക്കുന്നു അത് എന്ത് ചളിയാണെങ്കിലും അവിടെ പോകും അയ്യോ ഞാൻ ചളിയൊന്നും കാരണം ഇവന്റെ ചളിക്ക് ആരെങ്കിലൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടാൽ മതി പിന്നെ അവൻ എല്ലാവരുടെ ചളിക്കും അവൻ ചിരിക്കും എന്റെ സ്റ്റുഡന്റ് അഞ്ജന അയ്യോ ആണോ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയാണ് ഇപ്പൊ എനിക്ക് ചിരിച്ചു തരുന്നത് അയ്യോ അങ്ങനെയല്ല നല്ല ജോക്കാ നന്നായിട്ട് ചിരിപ്പിക്കുന്നുണ്ട് അല്ല എന്റെ ടോണാ അല്ലല്ല നല്ലതാ അടിപൊളിയാ ദീപ ചേച്ചിനെ ചിരിപ്പിക്കാൻ പാടാണോ ചിരിക്കും ഞാൻ എനിക്ക് ചിരിക്കാൻ കുഴപ്പമില്ല ഞാൻ നല്ല ജോക്കൊക്കെയാണ് ശരിക്കും ചളിയാണെങ്കിൽ തൂക്കി വിടും കറക്റ്റ് ആയിട്ട് പറയും നിങ്ങളുടെ ഇല്ലേ ഈ കുക്കുചേട്ടൻ ആക്കുന്നതൊക്കെ ഭയങ്കര രസമായിട്ട് ദീപ ചേച്ചി എന്ത് പാടാ അപ്പൊ നമ്മള് ഓർക്കോ കാരണം ഇവൻ തള്ളുമ്പോ ഇവന്റെ സത്യാവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ അപ്പൊ ഞാനത് നമുക്ക് ടോപ്പിക് മാറ്റാ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി തുടങ്ങി എല്ലാം എന്റെ ഇതൊക്കെ വരണേ അത് കുഴപ്പമൊന്നുമില്ല ഇൻട്രസ്റ്റ് ഇല്ല അടുത്തത് അല്ലല്ല ആങ്കറിങ് മോശമായിട്ടല്ല അല്ലടാ നമുക്ക് എല്ലാരും ചിരി വരുന്നില്ലടാ അല്ലടാ who is more weird in habits weird habits ഉള്ള ആർക്കാ വിയേർഡ് ഹാബിറ്റ്സ് ഒരു എക്സാമ്പിൾ വേണം എനിക്ക് ഒരു ഇല്ല നമുക്ക് നമ്മുടെ ഹാബിറ്റ്സ് തന്നെ ഇപ്പൊ സമയം തേയുന്നില്ല അപ്പൊ നമുക്ക് വിയേർഡ് ഹാബിറ്റ്സ് അതിനൊന്നും സമയമില്ല ഉറങ്ങാന്ന് പറഞ്ഞ ഒരു വീട് അതൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇവളിങ്ങനെ ഹാബിറ്റ്സ് ഈ വണ്ടി കയറി ഉറങ്ങുക അതൊക്കെ ആണെങ്കിൽ ഓടിച്ചോണ്ട് ഉറങ്ങുക അവിടെ ഇടയ്ക്കിടയ്ക്ക് എന്നെ തട്ടും അത് ഉറങ്ങണതല്ല നമ്മൾ വേറൊരു സ്വപ്നത്തിലേക്ക് പോണതാണത് വണ്ടി മൂവ് ചെയ്യും അവൻ ഓടിക്കുമ്പോഴും ഉറങ്ങും ഓടിക്കാത്തപ്പോഴും ഉറങ്ങും അതാണ് അവന്റെ ഒരു വിക്രസ് അല്ലല്ല അത് വണ്ടി കയറി അല്ല നീ ഉറങ്ങാതെ അതെ ഞാൻ ഉറങ്ങും ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഉറങ്ങില്ലെന്നല്ല പറഞ്ഞു ഞാൻ ഇത് കാണുമ്പോ ആൾക്കാർ എന്റെ വണ്ടിയാണ് ഓടും അതെ ഓടിച്ചോണ്ട് എന്താ നമ്പർ പ്ലേറ്റ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവില്ല ഹൂ ഈസ് മോർ വർക്കഹോളിക് അതിപ്പോ അവൾ രണ്ട് ഇങ്ങനെയാണ് ഈക്വലാണ് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല അവള് ചെയ്യണ കാര്യത്തിൽ അവള് 24 0.5 കൂടുതൽ ആർക്കായിരിക്കും പറഞ്ഞ സത്യസന്ധമായിട്ട് പറ അല്ല അത് ഭയങ്കര ഞാൻ ചെയ്യണ കാര്യത്തില് ഞാൻ ചെയ്യും അവൻ അതായത് ഇപ്പൊ വർക്ക് കൊടുക്കുന്ന വർക്ക് ചെയ്യാനൊരു
എന്താണ് ഒരു 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 ഇഷ്ടമില്ലായ്മ അങ്ങനെയൊക്കെ ആകുമ്പോഴല്ല നമ്മള് ഞാനാണെന്ന് പറയാ. ഇത് ഞാൻ ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അത് എല്ലാ സ്റ്റാഫുകളും പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അതിപ്പോ ഈവൻ ഇപ്പൊ ഞാൻ ഉറങ്ങണതിൽ 12 മണി 12:30 ആണെങ്കിലും അവളുടെ വർക്ക് കഴിഞ്ഞ് അക്കൗണ്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടാ വന്ന് കിടക്കുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അത് തീരെ വയ്യാണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അവള് വർക്ക് ഹോളിക്ക. പക്ഷെ എന്നാലും ഞാൻ കുഴപ്പമില്ല. എന്താ ഒരു കഥ അതെനിക്ക് ആലോചിക്കുമ്പോ ഒരു സങ്കടമുണ്ട്. പക്ഷെ അവന്റെ ഇതില് അതായത് ഇപ്പൊ കൊറിയോഗ്രാഫീസ് ഒക്കെ ആണെങ്കിൽ അവൻ അതിന്റെ 100% കൊടുത്ത് ചെയ്യും. അതേസമയം ഞാനിപ്പോ ഒരു എന്താ പറയാ മാനേജ്മെന്റ് സൈഡിലുള്ള എന്തെങ്കിലും ടാസ്ക് കൊടുത്താൽ അവനത് ചെയ്യാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അവന്റെ കൊറിയോഗ്രാഫി എനിക്ക് ഞാൻ എന്തത് സെയിം അല്ല. പക്ഷെ രണ്ടുപേരും ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അന്നേരം കാര്യം ചെയ്യാം. ഞാനത് ആദ്യമേ ഇങ്ങനെ കാണിച്ചു മനസ്സിലായി. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. നിങ്ങൾ ഇവര് രണ്ടുപേരും ഹാർഡ് വർക്ക് ആണ് കുക്കു. ഞാൻ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. സങ്കടം വിടുന്നു. കരയോ ഇനിയിപ്പോ ഇല്ല പറ. അടുത്തത് ഏറ്റവും കൂടുതൽ ഫാഷൻ സെൻസ് ഉള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ്? നിങ്ങൾ രണ്ടുപേരിലും ഫാഷൻ സെൻസ് പറഞ്ഞോ? ദീപചേച്ചി ഒന്നും ചെയ്യില്ല, ഞാൻ എന്റെ തന്നെ പൊക്കാന്നൊക്കെ. അല്ല പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഓൺ സ്റ്റൈൽ ചെയ്യും. എന്റേത് ഞാൻ സ്റ്റൈൽ ചെയ്യും, അവളുടെ സ്റ്റൈൽ ചെയ്യും. എന്തെങ്കിലും കൂറയാണെങ്കിൽ ഞാൻ പറയടി അത് മാറ്റ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ തന്നെ മത്തങ്ങ പോലത്തെ കമ്മലിരുന്ന് ഞാൻ പറയടി അത് മാറ്റ്. ഞാൻ വലിയ കമ്മലിടുന്നത് ഇഷ്ടമല്ല. അല്ലല്ല അത് ബ്ലെൻഡ് ആയി പോയില്ല കോസ്റ്റ്യൂമില്. അത് മാത്രം ഭയങ്കര പ്രൊജക്ട്. എന്നിട്ട് അറിയോ ഈ കഴിച്ചിട്ടേക്കുന്ന മാല ഞാൻ ഇട്ടതാ, അത് ഊരി വാങ്ങിച്ച് ഓരോ നേരത്തെ എടുത്തിട്ടതാ. ഞാൻ ചോദിക്കാം, സ്വർണ്ണമാലയൊക്കെ മേടിച്ചില്ല? ദുബായി പോയിട്ട് മൊത്തത്തിൽ സ്വർണ്ണമാണല്ലോ. ഒരിക്കലും ഇല്ല. ഇല്ല അത് ഈ ദിവാലി എന്നൊക്കെ പറഞ്ഞോണ്ട് സ്വർണ്ണ മോതിരം അല്ല സ്വർണ്ണമാണോ? ഇനിയിപ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കിയപ്പോ ആൾക്കാർ അത് കാണാൻ വേണ്ടി. അയ്യോ എനിക്ക് സത്യം പറഞ്ഞ മുടി ഇവിടെ ശരിക്കും ഗോൾഡിനൊക്കെ റേറ്റ് കുറവല്ലേ? ഇതിലൊന്നും ഗോൾഡ് ഇല്ല എന്നൊക്കെ. അല്ല ഇത് സത്യം പറഞ്ഞ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടിരുന്ന ഇവിടെ വന്നിട്ട് ഞാൻ കുറെ പ്രാവശ്യം തുടച്ചില്ല. പക്ഷെ ഞാൻ ക്യാമറ ഓൺ ചെയ്തപ്പോ ഞാൻ തുടച്ചില്ല, കൺട്രോൾ ചെയ്തു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കൈ പോവാ. അതാ അപ്പൊ ഇത് സ്വർണ്ണല്ല, ഞാൻ കാണിക്കാൻ വേണ്ടിയല്ല. തീർന്നു. ഇതിനടുത്ത ആർക്കാണ് ഒട്ടും സീക്രട്ട് ഒളിപ്പിക്കാൻ പറ്റാത്തത്? അല്ല ഞാൻ തന്നെ ആക്കട്ടെ. ഞാൻ എപ്പോഴേ പൊക്കി കഴിഞ്ഞു. എന്റെ ഇതൊക്കെ അവള് ഭയങ്കര പിടിക്കും. ഒരു അറിയണം കാര്യം പറ. അതെ, മോഹം കാണുമ്പോ തന്നെ മനസ്സിലാവും. പിടിക്കും. അത് പഠിക്കണം എനിക്ക്. ആ ബ്രോ എങ്ങനെ സെറ്റാണോ? ഇല്ല ഞാൻ ചെറുതായിട്ട് പിടിക്കും. ആണല്ലേ? എനിക്കൊരു സെന്റൻസ് മാറിയാൽ തന്നെ എന്താ പ്രശ്നം, എന്താ പറ, എന്താ പറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ ഇവനെ എനിക്ക് സർപ്രൈസ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. സർപ്രൈസ് ആണ്, എന്നോട് ചോദിക്കല്ലേ, ചോദിച്ചു ഞാൻ പറയൂത് അങ്ങനെയൊക്കെ പറയും. മറ്റേ ഇന്നസെന്റ് അതൊന്നും അവൻ കണ്ടിട്ടുണ്ടോ? രസേന്ദ്ര കണ്ടിട്ടുണ്ടോ? പടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് കേട്ടോ. മറ്റേ മലയുടെ മുകളിൽ പോയിട്ട് എനിക്ക് എന്താ സത്യം ഒളിപ്പിക്കാൻ പറ്റില്ല. ഒന്ന് പേടിച്ചു പോയി ഞാൻ. ഓക്കെ അങ്ങനത്തെ ഏത് വർഷമായിരുന്നു നോക്കൂ? അവളുടെ വയസ്സൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. വേണ്ട വേണ്ട, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട്. പണിയാണോ വരുന്നത്? പണിയാണോ? അപ്പൊ ദിവാലി സ്പെഷ്യൽ ആണല്ലോ. നമ്മുടെ മൈൽ സ്റ്റോണിലെ ദിവാലി സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ദുബായിൽ നിന്ന് കുക്കു ചേട്ടനും ദീപ ചേച്ചിനെ നമ്മൾ ഇവിടെ വിളിച്ചു വരുത്തിയ കണക്ക് എന്നാശം ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്ര നേരത്തെ വന്നത്. അല്ലാതെ കേസ് കൊണ്ട് ആനിവേഴ്സറി ഡിസംബർ 7. അതെ, കെ വെച്ച് തുടങ്ങിയ എല്ലാ ഐശ്വര്യായിരിക്കും അല്ലേ? അതാണ് ഇപ്പൊ കണ്ടില്ലേ, വെച്ചടി കുക്കു ദീപ കുക്കു നാക്കോളുണ്ടോ എങ്ങനെ. അപ്പൊ ദിവാലി സ്പെഷ്യൽ ഇത്രയും നല്ല ആംബിയൻസ് എന്ന് നമ്മുടെ ഹോളിഡേ ആണ്. ഹോളിഡേ നിങ്ങൾക്ക് വേണ്ടി ഹോളിഡേന്റെ വക ഒരു ദിവാലി സ്വീറ്റുകളുണ്ട്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓ അടിപൊളി.